സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അനിരുദ്ധ് മാനസയുടെയും വരുണിൻ്റെയും ആ ഒരു പ്രലോഭനത്തിൽ വീണു എങ്കിലും ഒരു സമാധാനവും ഇല്ലെന്ന് തന്നെ പറയാം. എങ്ങനെയെങ്കിലും ഈ പ്ലാനിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ അനിരുദ്ധിന്. അതിൻ്റെ പേര് നമ്മുടെ വരുണിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് മീറ്റ് ചെയ്യുന്നു. എന്തിനാ വിളിച്ചതെന്ന് വരുൺ ചോദിക്കുമ്പം എനിക്കൊരു കാര്യം പറയാനുണ്ട്, മാനസയോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഈ പ്ലാനിൽ നിന്ന് എന്നെ ഒന്ന് ഒഴിവാക്കണമെന്നുള്ള രൂപത്തിൽ അനിരുദ്ധ് പറയുന്നു. ഞാൻ പല സ്വപ്നങ്ങളും കണ്ടുകൊണ്ടാണ് നിങ്ങളോടൊപ്പം കൂടെ ചേർന്ന് നിന്ന് പല കാര്യങ്ങൾക്കും കൂട്ടുന്നത്, പക്ഷെ അതൊന്നും നടന്നില്ല. അന്നേരം ഒരു സൈക്കോ ആണെങ്കിലും വരുൺ പറഞ്ഞു കൊടുക്കുന്നു, സ്വപ്നം കണ്ടതുപോലെ ജീവിതത്തിൽ നടക്കുമെന്നുണ്ടെങ്കിൽ കൺമണി ഇപ്പോൾ എൻ്റെ ഭാര്യയായി എന്നോടൊപ്പം കണ്ടേനെ, അതറിയാമോ? ഇനി എന്തായാലും തനിക്ക് ഈ പ്ലാനിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല, മാനസയുടെ സ്വഭാവം അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നു. അതേസമയം കൃഷ് ആണെങ്കിൽ കൺമണിയോട് ചോദിക്കുന്നു, ഇയാൾ ആരാ? എനിക്കറിയില്ലല്ലോ, എന്തിനാ എന്നോട് വന്ന് സംസാരിക്കുന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കൺമണി ആകെ വിഷമിച്ച് കണ്ണ് മൂടി നിന്ന് കരയുന്നത് പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. കാര്യം കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലായ കൃഷ് കൺമണിയെ സമാധാനിപ്പിക്കുന്നു. പോട്ടെ, ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞതല്ലേ. അപ്പം കൺമണിയാണെങ്കിൽ കൈ എടുത്തതിന് ശേഷം ചിരിച്ചു കാണിക്കുന്നു, സാറിന് എന്നെ പറ്റിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് സാറിനെയും പറ്റിക്കാൻ പറ്റും. അങ്ങനെ കൃഷും കൺമണിയും ചിരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കൺമണിക്കായി നാരങ്ങ വെള്ളമൊക്കെ മേടിച്ചുകൊണ്ടൊന്ന് കൊടുക്കുന്നുണ്ട് കൃഷ്. ശേഷം അവരുടെ കുറച്ച് റൊമാൻസൊക്കെ കാണിക്കുന്നു. അതേസമയം നമ്മുടെ അനിരുദ്ധിനോട് വരുൺ പറയുന്നുണ്ട്, ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ പ്ലാനിൽ നിന്നൊരു പിന്നോട്ടില്ല, അവസാന പ്ലാനാ ഇത്. അനിരുദ്ധിനെ കണ്ട് സംസാരിച്ചതിന് ശേഷം തിരികെ പോകുന്ന വരുൺ ഓപ്പോസിറ്റ് പോകുന്ന അമ്മായിയെ കാണുന്നുണ്ട്. കാണാതെ പോയ അമ്മായിയെ വിളിച്ച് വിളിയേൽപ്പിച്ച് തല്ല് മേടിച്ച് പോവുക എന്ന് പറയുന്ന കേട്ടിട്ടില്ലേ, അതുപോലെ അമ്മായിയെ വിളിച്ച് കുശലം പറയാൻ പോയിട്ട് ഒടുക്ക അമ്മായിയുടെ കയ്യിൽ നിന്ന് ടമാർ പടാർ ഇഷ്ടം പോലെ മേടിച്ച് കൂട്ടുന്നുണ്ട് നമ്മുടെ വരുൺ. എത്ര കിട്ടിയാലും നാണമില്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അതേസമയം ബലരാമനാണെങ്കിൽ കൃഷിനെ വിളിക്കുന്നു. കൺമണിയും കൃഷും റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്ന സമയത്താണ് ബലരാമൻ വിളിക്കുന്നത്. നീ എവിടെ, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് ബലരാമൻ പറയുമ്പോൾ അതിനെന്താ ഇപ്പം തന്നെ കാണാമല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ കൃഷ് ആണെങ്കിൽ ബലരാമനെ കാണാനായിട്ട് വരുന്നുണ്ട്. ബലരാമൻ ആകെ തകർന്ന് ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് കൃഷ് പറയുന്നുണ്ട്, ഏട്ടൻ എന്താ പ്രശ്നം, എന്താണെങ്കിലും തുറന്നു പറ, ഞാനില്ലേ കൂടെ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. കൃഷ്ണനും കൃപമോൾക്കും ബലരാമൻ എന്ന് പറഞ്ഞ ജീവന, അതുകൊണ്ട് എന്ത് പ്രശ്നം പറഞ്ഞാലും കട്ടയ്ക്ക് കൂടെ നിൽക്കും. അപ്പോൾ കാത്തിരിക്കാൻ എന്താകുമെന്ന്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.